ഹായ് ഹലോ, ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ ഒരു വീഡിയോ ആണ്. ഇത് എൻ്റെ ബ്രദറിൻ്റെയും വൈഫിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട്, വേറെ ആരുമില്ല, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അച്ഛനും അമ്മ, എൻ്റെ ഏട്ടനും വൈഫുമാണ് ഇത്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഒരു സന്തോഷമുള്ളൊരു നിമിഷമാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കാൻ നോക്കുന്നത്. അപ്പം ഏട്ടന് ബിസിനസ്സാണ്. ഇത് ഏട്ടൻ്റെ വൈഫ് ഡെൻ്റൽ ഡോക്ടറാണ്. അപ്പം അവരുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എനിക്ക് തോന്നുന്നു സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഇതാണ് എൻ്റെ അമ്മ. അപ്പം കേക്ക് കട്ട് ചെയ്തിട്ട് അമ്മയ്ക്കും അച്ഛനും കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ മോനാണ്. മോൻ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൻ ഭയങ്കര കേക്കിൻ്റെ ഫാനാണ്. ഇതാണ് കേട്ടോ ഞാൻ, ഈ ബ്ലാക്ക് ചുരിദാർ ഇട്ടതാണ് ഞാൻ. അപ്പോൾ നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളെ വീട്ടിലിങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടെങ്കിൽ കേക്ക് വാങ്ങും, എന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കും. രാത്രി ചിലപ്പോൾ ഫുഡൊക്കെ ഔട്ട് സൈഡ് ആയിരിക്കും, പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നുണ്ടാവുക. ഇപ്പം പണ്ടൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് ജോബ് കിട്ടാൻ തുടങ്ങിയതിന് ശേഷമൊക്കെയാണ് നമ്മളിങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ, പണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഇപ്പം റീസെൻ്റ്ലിയാണ് ആഘോഷിക്കാൻ തുടങ്ങിയത്. പക്ഷെ അതൊരു ഹാപ്പി മൊമെൻ്റ് ആണ്, എല്ലാവരും കൂടെ അല്ലേ, സന്തോഷമുള്ള ദിവസമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പം ഈവൺ അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കും. ഞാനും ബ്രദറും കൂടെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചൊരു സർപ്രൈസായിട്ട്. അത് സർപ്രൈസ് അല്ല, അമ്മയ്ക്കും അച്ഛനും അറിയാം ഞങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് എന്തെങ്കിലും. പക്ഷെ നമ്മളത് അവരെ മുന്നിൽ കാണിക്കാതെ ഒളിപ്പിച്ച് വെച്ച് പിറ്റേന്ന് രാവിലെ അച്ഛനും അമ്മയും അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഹസ്ബൻഡും കേക്ക് കട്ട് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. മോനോട്ടൊരു കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇന്നെന്തോ ഒരു ഉഷാറില്ല. ഇതിപ്പം അടുത്തുള്ളത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണേ. ഞാനിപ്പോൾ ഫോണിൽ കണ്ട സമയത്ത് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മോന് കുറച്ച് കേക്ക് കൊടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് എത്ര കേക്ക് കൊടുത്താലും കഴിക്കും കേട്ടോ പൊന്നൂട്ടെ. നമ്മൾ വിധു എന്നാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വിധൂട്ടൻ എന്നൊക്കെ ആയിട്ട് അങ്ങനെ പല പല പേരിലാണ് മോൻ അറിയപ്പെടുന്നത്. അപ്പം ശരിക്കുള്ള പേര് സെയിൻ എന്നാണ്. അപ്പം വേറൊരു കേക്ക് വാങ്ങിച്ചിട്ട് വൈകുന്നേരം വേറൊരു കേക്ക് കട്ടിങ് കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സീനാണ് ഇത്. മോനെ ഉറങ്ങി എണീറ്റത് കൊണ്ടാണ് ഒരു ഉഷാറില്ലാത്തത്. പക്ഷേ കേക്കൊക്കെ കിട്ടിയപ്പോൾ മൂപ്പരെ ഉറക്കൊക്കെ പോയി ഉഷാറായിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്താണ് ഈ കേക്ക്. അപ്പം ഹാപ്പി ബർത്ത്ഡേ മാമ ആൻഡ് മാമി എന്ന് പറഞ്ഞിട്ട് മോൻ്റെ വകയായിട്ട് കൊടുക്കുന്ന പോലെ നമ്മൾ ചെറുത് സർപ്രൈസായിട്ട് ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഈവനിങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂപ്പര് കേക്കിലേക്ക് തന്നെയാണ് നോക്കുന്നത്. നല്ലോണം മധുരം കഴിക്കുന്ന ആളാണ്. നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും മധുരപ്രിയനാണ്. കേക്ക് കിട്ടിക്കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞ് കഥ. കണ്ടോ, ഈ കേക്കാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മളെ ചെറിയൊരു ഫോട്ടോ. ഏട്ടനും ഭാര്യയും എൻ്റെ മോനുമാണിത്. ഇത് അച്ഛനും അമ്മയോടൊപ്പം ഉള്ളൊരു ഫോട്ടോ ആണ്. ഇത് ശരിക്കും ഒരു സോങ് ഒക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഇതാട്ടോ ഞങ്ങളുടെ ഫാമിലി. ഇത് അവസാനം ഇപ്പം നമുക്കൊരു യൂട്യൂബിൽ ഇടുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണേ. താങ്ക് യു.